പഠിക്കാൻ തുടങ്ങിയുള്ള കർസർ ലേസറെല്ലാം കഴിച്ചിട്ട് ലേസർ പരിപാടികൾ തുടങ്ങി ക്രയോ ലേസർ പരിപാടി ഡയറക്ടറിനായിട്ട് കുറെ അമ്മമാരും വരാണ്ടന്മാരൊക്കെ ഇരിക്കുക. ഇതിന്റെ മൂട്ടിലൊരു വീടുണ്ട്, വേറെ വീട് തെമ്മാടികളുടെ കേരളത്തിൽ തീരെ വെച്ചിരിക്കുക. ഈ വായ്പടിക്കേണ്ട കൈ കറപ്പിക്കണം, മോട്ട കറപ്പിക്കണം, മോട്ടയുടെ ഷേപ്പ് മാറ്റണം, പല പല വേലകളാണ്. ക്രയോ ലേസർ അല്ലാത്ത ലേസർ, മുടി പഠിക്കാൻ അല്ലാത്ത ലേസർ, പല പല വിദ്യകൾ കൊണ്ട് ഇരിക്കുക. ഇങ്ങനെ പല പല വിദ്യകളായിട്ട് ഇങ്ങനെ ഇരിക്കുക. പണിയൊന്നും ഇല്ല. ഇങ്ങനെ കുറെ അമ്മമാരും ഫോണിൽ ഇങ്ങനെ ഇരിക്കുക. DW ഡയറക്ടറാണെങ്കിലും പിന്നെ കഥയുണ്ടാക്കല്, ഓൺലൈൻ മാരേജ്, മറ്റേ മാരേജ് സകലം നിരക്കുന്ന കഥ അതൊക്കെ നിരന്നതാ ഈ വായ്പടികളും കുട്ടികളും. മറ്റേ രോഗം എങ്ങാണ്ടൊക്കെ കിടക്കുന്നവന്മാർക്ക് ഒരുമാർക്ക് രോഗം. ഈ വായ്പടികൾ എങ്ങനെയാണ് ഇവർമാർക്കൊക്കെ അറിയാവുന്നത്? ഈ വായ്പടികൾ കേരളത്തിൽ നിന്ന് വന്നതാ. ഏതോ കിടക്കുന്ന ഡൽഹിയിലെ മൈതാനിയിൽ സാങ്കേതിക ഏകാന്തിയിൽ കിടക്കുന്ന ഫ്ലാറ്റ് എടുക്കുന്നവരുടെ കയ്യിൽ അയൽത്തും അതിന്റെ ഫ്ലാറ്റിനകത്ത് കിടക്കുന്നവന്മാർക്കും ആളുമാർക്കും കിടക്കാൻ വയ്യാത്ത രോഗം. എന്താണ് രോഗം? ഇതിന്റെ ആരാടാ ഈ വായ്പടിക്കേണ്ട കാര്യം കിടക്കാൻ? ഇതിന്റെ കാര്യം നോക്കൂ. ഓണറായാലും എഴുതാനായാലും ഓണർ ഇത് വായിച്ചാൽ മതി. വാടക വാങ്ങിച്ചാൽ മതി. ഈ വായ്പടിക്കോ അന്വേഷിച്ചാലും ഇതൊന്നും നോക്കണ്ട. അവരുടെ കാര്യം നോക്കിയാൽ മതി. ആലോചിക്കാനുള്ളത് വാടക വാങ്ങിച്ചുകൊണ്ട് നോക്കിയാൽ മതി. അതായത് ഈ വായ്പടിക്കാനുള്ള പേഴ്സണൽ കാര്യം ഫാമിലി മാറ്റർ ഒന്നും നോക്കണ്ട. മലമര്യാദയുടെ കാര്യം ചെയ്താൽ മതി. ഫാമിലി മാറ്ററും പേഴ്സണൽ കാര്യങ്ങൾ നമ്മളൊന്നും ഇടപെടാനും ഒരാൾക്കും അവകാശമില്ല. അവരുടെ കാര്യം നോക്കണം. എന്നിട്ട് ആരാ ഇവിടെ താമസിക്കുന്ന ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വായ്പയ്ക്കത് ഈ ഫ്ലാറ്റിൽ കുറെ പേര് താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യവും ഫാമിലി മാറ്ററും പേഴ്സണൽ മാറ്ററും നോക്കി നടക്കുക ഈ വായ്പയ്ക്കലും മുഖത്തിലും. അവരുടെ കാര്യം നോക്കുക. അതുപോലെ നീയൊക്കെ അവരുടെ കാര്യം നോക്കിയാൽ മതി. കരുത്ത് കിടക്കുന്നത് എന്തിയൊക്കെ കരുത്ത് കിടക്കുന്നത് എന്തിയും അല്ലാത്ത ഫ്ലാറ്റിലാവുമായി താമസിക്കുന്ന ഓണർ താമസിക്കുന്ന കാര്യം ആരായാലും അവരുടെ വീട്ടിൽ കാര്യം നോക്കിയാൽ മതി. അല്ല ഈ വായ്പയ്ക്കത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. തെമ്മാടിക്കര കഥയുണ്ടാക്കണം. അടിക്കൽ വലിയ വഹിക്കണം. തെമ്മാടിക്കര കഥ പെൺമാണിക്കോങ്ങട് നടക്കുന്നത് പോലെ വാണിഭക്കാർ എക്സാംബീച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ പെറ്റതാണ് അമ്മയാ പെറ്റത്. അവളെ അമ്മയെ 10ാം ക്ലാസ്സിൽ പെറ്റത് അല്ലെങ്കിൽ അവളായിരിക്കും പെറ്റത്. എങ്ങാണ്ട് പൈസ ഉണ്ടാക്കുന്നത് ഏതിക്ക് മക്കളെ വെച്ച് എങ്ങാണ്ട് പന്നറ്റിയൊക്കെ അത് നടക്കുക അമ്മയാന്ന് പറഞ്ഞാൽ എങ്ങാണ്ട് ഇതുകൊണ്ട് മുഴുവേദിച്ചിയെ കാണാൻ കിട്ടത്തില്ല. ഒരു ദേവിച്ചിയേക്കും എന്റെ അച്ഛൻ എവിടുന്ന് കിട്ടിയത് ഇതുപോലെ മുഴുവേദിച്ചിയെ ഞാൻ എവിടുന്ന് കെട്ടിയതുകൊണ്ട് വന്നാൽ മതി. ഇതുപോലെ മുഴുവേദിച്ചിയെ എക്സാംബീച്ചയെന്ന് പറയുന്ന മുഴുവേദിച്ചി അവള് സ്വന്തം മക്കളെ കഥയുണ്ടാക്കുന്ന മുഴുവേദിച്ചി അതൊരു ദേവിച്ചി നല്ല വന്നമാരായിരുന്നു. സ്വന്തം മക്കളെ കൊണ്ട് കഥയുണ്ടാക്കുമോ? ഒരു ദേവിച്ചി എന്ന് പറയണോടെ നല്ല വീട്ടിൽ പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമല്ലോ ഇവിടെ ചെയ്യുന്നത്. കാരണം മുതു തേടിച്ച് അവരുടെ ബിജുപി എന്ന് പറയുന്ന മുതു തേടിച്ച് അവന്റെ അമ്മയും ഇങ്ങനെ കുറെ നടന്ന് അവന്റെ അമ്മയാണ് കഥയുണ്ടാക്കുന്നത്. അവന്റെ കഥ എങ്ങാണ്ട് കഥകൾ നടക്കുന്ന ദേവിച്ചമാര് ഈ വായ്പടിക്കാൻ ദേവിച്ചമാരായാലും പെൺമാണിക്കക്കഥകൾ നിന്റെ അമ്മയും നിന്റെ പെൺമാരെ വന്നതൊക്കെ ആണെങ്കിൽ നടത്തണം. ഓർമ്മ അയാൾ പെണ്ണുകളെ കുറിച്ച് നടത്തിയോ ഈ വായ്പടിക്കാനെ കുറിച്ച് നടത്തണ്ട. അതാ